നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞ സമയം. ചാണ്ടിയുമ്മന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ. യമനിലെ തന്റെ ആത്മീയ സുഹൃത്തും സൂഫി പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹാഫിലുമായി കാന്തപുരം ഉടൻ ബന്ധപ്പെട്ടു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി സംഭാഷണം സാധ്യമായത് ഹബീബ് ഉമറിന് യമൻ സർക്കാരുമായും ജനങ്ങളുമായുള്ള ബന്ധം കാരണമാണ്. ദയാധനം വേണ്ടെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുമായിരുന്നു തലാലിന്റെ കുടുംബത്തിന്റെ ആദ്യ നിലപാട്. ഇത് മാറ്റി വധശിക്ഷ നീട്ടിവെക്കാൻ കുടുംബം സമ്മതിച്ചതും സൂഫി നേതാവിന്റെ സ്വാധീനം. യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമുള്ളത്. വിമത ഗോത്ര വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശമായതും നയതന്ത്ര ഇടപെടലിന് തടസ്സമായിരുന്നു. ഇതാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ വഴി മറികടക്കാൻ സാധിച്ചത്. നിമിഷയ്ക്ക് വേണ്ടി ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത യമൻ പണ്ഡിതൻ ഹബീബ് ഉമർ നിരവധി രാജ്യങ്ങളിൽ ശിഷ്യന്മാരുള്ള സൂഫി ധാരയുടെ നേതാവാണ്. കാരന്തൂർ മർക്കസിലും മലപ്പുറം അഹ്ദിനിലും പരിപാടികളിൽ പങ്കെടുക്കാൻ നിരവധി തവണ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത മിക്കവാറും അത് ഒഴിവായി കിട്ടും എന്ന് തന്നെയാണ്. അതിനുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു. നിമിഷയുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള തുടർ ചർച്ചകൾ വൈകാതെ നടക്കും. ചർച്ചകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നുണ്ടെന്നും കാന്തപുരം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.